ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ലെറ്റ് എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9. അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഓഫ് എഫ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, റേഞ്ച് ഓഫ് എഫ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ജനറലായിട്ട് ഇത് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഒരു ഫംഗ്ഷൻ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒരു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ടു ഇൻഫിനിറ്റി ആയിരിക്കും അതിൻ്റെ റേഞ്ച്. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ റേഞ്ച് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 9 ടു ഇൻഫിനിറ്റി ആണ് റേഞ്ച് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, ഇത് ഒരു സെക്കൻഡിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ഒരു ഐഡിയ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാധാരണഗതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, വേണമെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയാം. എക്സ് സ്ക്വയറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ടു ഇൻഫിനിറ്റി ആണ് അല്ലെ? എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഓർമ്മയുണ്ടോ? ഇതാണ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച് അല്ലെ? 0ക്ക് താഴോട്ട് നമുക്ക് ഗ്രാഫ് വരുന്നില്ല. സോ അതിൻ്റെ കൂടെ 9 ആഡ് ചെയ്താൽ 9 ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ വരാം. അങ്ങനെ ആലോചിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. ആ രീതിയിൽ നമുക്ക് ആലോചിക്കാം. എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ നമ്മൾ ജസ്റ്റ് വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 9 ഇസ് ഈക്വൽ ടു വൈ. അവിടുന്ന് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 9, എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 9. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ എന്തെന്ന് പറയുന്നത് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് വൈയും കൂടെ മാറ്റി എക്സ് ആക്കിക്കോളൂ, എക്സ് മൈനസ് 9. റൂട്ട് എക്സ് മൈനസ് 9 എന്ന് പറയുന്നതാണ് ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. ശരിയാണേ? ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. അപ്പോൾ ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്താണെന്ന് നോക്കുക. ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ്, അതായത് എഫ് ഇൻവേഴ്സിന് കൊടുക്കാൻ കഴിയുന്ന വാല്യൂസ്, എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കാൻ കഴിയുന്ന വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങനെയാണ് നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ വാല്യൂസ് കൊടുക്കുക? എക്സിൻ്റെ പ്ലേസിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരരുത്. അപ്പോൾ പ്രത്യേകിച്ച് ആലോചിക്കുക, റൂട്ട് വരുന്ന കേസിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ റൂട്ടിനുള്ളിലുള്ള സാധനം, ഈ കാണുന്ന എക്സ് മൈനസ് 9 എന്ന് പറഞ്ഞ സംഗതി എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? അതായത് എക്സ് മൈനസ് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരിക്കണം. അതായത് എക്സ് ബിലോങ്സ് ടു 9 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും എന്ത് കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 1-2 വഴികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ്, ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന മെത്തേഡ് എന്താണ്? ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് ഓർത്തിരിക്കുമ്പം റിയൽ നമ്പർ ടു റിയൽ നമ്പർ തന്നെയാണ് എങ്കിലേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക കേട്ടോ. റിയൽ നമ്പർ ടു റിയൽ നമ്പറിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലായിരിക്കും ആൻസർ വരും. ഓക്കെ.